നമസ്കാരം. കെ സി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന കുട്ടനാട് പാക്കേജിൽ രാഷ്ട്രീയമില്ലെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ഒരു തുണ്ട് ഭൂമിക്കായി ആലപ്പുഴ കളക്ടറുടെ ചേംബറിന് മുന്നിൽ ഭൂരഹിതരുടെ കുത്തിയിരിപ്പ് സമരം. പട്ടികജാതി അവഗണനയ്ക്കെതിരെ ഓൾ കേരള വർണ്ണവ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. വ്യാജമദ്യ നിർമ്മാണം വിതരണം നാട്ടുകാർ പൂക്കളം ഷാപ്പ് ഉപരോധിച്ചു. മാലിന്യ സംസ്കരണത്തിൽ മലയാളിയുടെ കാപട്യം. AC റോഡിൽ പള്ളാത്തുരുത്തിയിൽ കക്കൂസ് മാലിന്യവും അറവ് മാലിന്യങ്ങളും തള്ളുന്നത് വ്യാപകമാകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കുട്ടനാട് പാക്കേജിൽ രാഷ്ട്രീയമില്ലെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കുട്ടനാട്ടിലെ 12 പഞ്ചായത്തുകൾക്കാണ് ഇനി പാക്കേജ് നടത്തിപ്പിൽ മുൻഗണന നൽകുക. മഴവീഴ്ചയിലും വെള്ളപ്പൊക്കത്തിലും കൃഷി നഷ്ടപ്പെടുന്ന കർഷകർക്കും പ്രഥമ പരിഗണന നൽകി പുറംബണ്ടുകൾ ബലപ്പെടുത്തുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായുള്ള AC കനാൽ 1ാം ഘട്ട നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പാക്കേജിന് വേണ്ടി കേന്ദ്രം അനുവദിച്ച 1860 കോടി രൂപ. ആ 1860 കോടി രൂപയാണ് ഇതിന്റെ മൊത്തത്തിലുള്ള നമുക്ക് അനുവദിച്ച തുക. ഈ തുക യുടെ അടിസ്ഥാനത്തില് ഈ പാടശേഖരങ്ങൾ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട്, അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട് മേഖലയിലുള്ള എല്ലാ പാടശേഖരങ്ങളുടെയും പുറംബണ്ട് നിർമ്മാണത്തിനും അതുപോലെ കായൽ നിലങ്ങളുടെ പുറംബണ്ട് നിർമ്മാണത്തിനുമുള്ള എസ്റ്റിമേറ്റ് എടുക്കാൻ പോയതായ കാലതാമസമാണ് യഥാർത്ഥത്തിൽ ഈ പുറംബണ്ട് നിർമ്മാണത്തിലുള്ള കാലതാമസം ഉണ്ടായത്. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ തോമസ് ചാണ്ടി, CF തോമസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടനാട് പാക്കേജ് ചീഫ് എഞ്ചിനീയർ CK രാധാമണി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ N സുകുമാരൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭാഹരി, ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ സ്മിത ജയൻ, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജോസ് കാവനാട്, K ഗോപകുമാർ, KK അശോകൻ, വെളിനാട് മാത്തച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി ലഭ്യമാക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിൽ ഭൂരഹിതരുടെ പ്രതിഷേധം. ഭൂമി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് ഭൂരഹിതർ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. AITUC നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. AITUC നേതാക്കളായ TJ ആഞ്ചലോസ്, അഡ്വക്കേറ്റ് V മോഹൻദാസ്, CV സത്യനേശൻ, R സുരേഷ്, DP മധു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള വർണ്ണവ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. പട്ടികജാതി ഫണ്ടുകൾ ലാപ്സാക്കാതെ അർഹതപ്പെട്ടവർക്ക് പ്രയോജനപ്പെടും വിധം നിയമങ്ങൾ ഭേദഗതി ചെയ്യുക, പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കുന്ന നയങ്ങൾ തിരുത്തുക, സ്വകാര്യ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപരിപാടികൾ നടന്നത്. ഓൾ കേരള വർണ്ണവ സൊസൈറ്റി ജനറൽ സെക്രട്ടറി TN ശ്രീനിവാസ ബാബു ഉദ്ഘാടനം ചെയ്തു. പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് 77ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിൽ വരുന്ന 1,00,000-ലധികം വരുന്ന അംഗങ്ങളുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ നിരവധി പ്രാവശ്യം അവതരിപ്പിക്കുകയും അതിന് ചർച്ചകൾ നടത്തുകയും ഉണ്ടായി. എന്നാൽ ക്രിയാത്മകമായ നടപടികൾ യാതൊന്നും ഈ ദശാബ്ദക്കാലവും ഉണ്ടാകാത്ത ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. മുഖ്യമായും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ, അതുപോലെ തന്നെ ഭൂമി, ഈ അടിസ്ഥാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളുടെ വിഷമതകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ജില്ലാ തലത്തിലും ഇതിനെ തുടർന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണയും നിയമസഭാ ധർണയും മാർച്ചും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. AKBS ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി C മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. AKBS സംസ്ഥാന പ്രസിഡന്റ് P വേണുഗോപാൽ, സെക്രട്ടറി VK രാമചന്ദ്രൻ, പുഷ്പാങ്കദൻ, MG പ്രസാദ്, KP അനീഷ്, KK കമലമ്മ, രജനി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പുംപുറത്ത് ഡിവൈഎഫ്ഐയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 14ാം വാർഡ് പൂക്കളം കള്ളുഷാപ്പ് ഉപരോധിച്ചു. നാമമാത്രമായ ചെത്തുകാർ മാത്രമുള്ള ഷാപ്പിൽ ആയിരക്കണക്കിന് ലിറ്റർ കള്ളാണ് ദിവസേന ചിലവാകുന്നത്. ടൂത്ത് പേസ്റ്റും കെമിക്കലും കഞ്ചാവ് നീരും ചേർത്താണ് ഇവിടെ കള്ളുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വിഷമദ്യം തുടർച്ചയായി ഉപയോഗിച്ച പ്രദേശവാസികളായ അനവധി ചെറുപ്പക്കാർ മാനസിക വിഭ്രാന്തിയുടെ വക്കിലാണ്.
ഷാപ്പ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ യുവാക്കൾ ഷാപ്പ് പരിസരത്ത് വിറവലോടുകൂടിയാണ് എത്തുന്നത്. വ്യാജമദ്യ നിർമ്മാണത്തെയും വിതരണത്തെയും എതിർത്ത പ്രദേശവാസികളെ ഷാപ്പ് ഉടമസ്ഥനും നടത്തിപ്പുകാരനും ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിച്ചതായി പ്രദേശവാസികൾ KCB ന്യൂസിനോട് പറഞ്ഞു. പലതവണ എക്സൈസിന്റെയും പോലീസിനെയും വിവരങ്ങൾ ധരിപ്പിച്ചിട്ട് ഫലമുണ്ടായില്ലെന്നും ഉപരോധത്തിനെത്തിയ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തതെന്നും ആരോപണമുയർന്നു. ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിരക്കമ്പലത്തില് ആണുങ്ങൾ നിത്യം ഞങ്ങളുടെ വീട്ടിലെ ഭർത്താക്കന്മാര് ഈ ഷാപ്പിൽ നിന്ന് ഇറങ്ങാതെ കുടിക്കുക. ഇവിടെ കൊട്ടേഷൻകാരെ കൊണ്ടുവന്ന് അടി ഇവിടെ ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുക. അതുകൊണ്ട് ഈ ഷാപ്പിൽ നിങ്ങൾ ഇത് ഒന്നെങ്കിൽ തിരിഞ്ഞു പോകണം, അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കും. കേസെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം നിങ്ങളെല്ലാം സഹിതം കോടതി പോകേണ്ടി വരും. വ്യാജമദ്യ നിർമ്മാണ വിതരണക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ എക്സൈസ് ഓഫീസ് പടിക്കൽ ധർണ നടത്തുമെന്നും ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സിബിച്ചൻ, വാസന്തി, ഉഷ അശോകൻ എന്നിവർ പറഞ്ഞു. ഷാപ്പ് തുറപ്പിക്കയില്ലെന്ന നെടുമുടി എസ്ഐയുടെ ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞുപോകാൻ തയ്യാറായത്. ബന്ധപ്പെട്ട ഉറപ്പ് മാനിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഒന്നായ ഒരു വിജയമായി ഈ സംഭവത്തെ കാണുകയും തെറ്റായ നിലപാടെടുക്കുന്ന ആളുകൾക്ക് ഇതൊരു താക്കീതായി തിരിച്ചറിയുകയും ചെയ്യാൻ ഉപകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ മലയാളി കാണിക്കുന്ന കാപട്യം AC റോഡിന്റെ വഴിയോരങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു. പള്ളാത്തുരുത്തി ഭാഗത്ത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ രാത്രികാലങ്ങളിൽ ലോറിയിൽ കൊണ്ടുവന്നാണ് തള്ളുന്നത്. ദുർമേധസ്സിനെ കത്തിക്കുവാൻ പ്രഭാതയാത്രയ്ക്കിറങ്ങുന്ന മലയാളി ദുർമേധസ്സിന് കാരണമായ ഭക്ഷണ പദാർത്ഥങ്ങളെ പ്ലാസ്റ്റിക് സഞ്ചിയിലും കവറുകളിലുമായി പൊതിഞ്ഞെടുക്കുന്നു. പാതയോരത്തും പുഴയിലും തോടുകളിലും നിക്ഷേപിക്കുവാൻ വേണ്ടി. മാലിന്യ സംസ്കരണത്തിൽ മലയാളി അനുഷ്ഠിക്കുന്ന കാപട്യം നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ പാതയോരങ്ങളും കൈത്തോടുകളും ചീഞ്ഞുനാറും. വഴിയിൽ ആളൊഴിഞ്ഞ സമയത്ത് കാർ നിർത്തി തന്റെ വീട്ടിൽ നിന്നോ കോഴിക്കടയിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ കൊണ്ടുവന്ന മാലിന്യ ഭാണ്ഡത്തെ പുറത്തേക്കെറിയുന്ന മഹാരഥന്മാരാണ് മലയാളികൾ. വേസ്റ്റുകൾ ഇപ്പൊ ഇടുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്കത് അറിയാനൊക്കത്തില്ല. ആരാന്ന് വണ്ടിക്കാരും പിന്നെ ബൈക്കുകാര് അങ്ങനെ ഈ പെട്ടിയോട്ടയിലും ലോറിക്കകത്തും ഒക്കെയാ കൊണ്ടുവന്ന് കളയുന്നത്. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ പോലും ഒക്കാതെ ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ ഛർദ്ദിച്ചാ ഇതുവഴി നടന്നു പോകുന്നത്. ഇപ്പൊ തന്നെ അങ്ങോട്ട് നടന്നു നോക്കിയാൽ കാണാം അവിടെ കോഴിയുടെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ചീഞ്ഞ്, ചിലപ്പോൾ പശുവിന്റെ പണ്ടങ്ങള്, അത് പിന്നെ കക്കൂസ് പൊട്ടിച്ച് അതിന്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ റോഡിന് നടുക്ക ഇടുന്നത്. ടാങ്കർ ലോറി ഇല്ലേ, അതിനകത്താ കൊണ്ടുവന്ന് വെള്ളം എല്ലാം കൊണ്ടുവന്ന് ഈ കക്കൂസ് പൊട്ടിച്ചൊഴിച്ച്. ഇപ്പൊ തന്നെ ഈ പറമ്പിലുണ്ട് കക്കൂസ് പൊട്ടിച്ചൊഴിച്ചത്, ഈ പറമ്പിൽ കിടപ്പുണ്ട് സംഗതി. പഞ്ചായത്തിലൊക്കെ എത്ര പ്രാവശ്യം ഞങ്ങളുടെ ആണുങ്ങളൊക്കെ ചെന്ന് പരാതി പറഞ്ഞ് ഇങ്ങനെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇടുന്നതിന് എന്തായാലും നടപടി എടുക്കണമെന്ന്. പോലീസ് വണ്ടിയൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ ആ പോലീസ് വണ്ടി വരുന്ന നേരത്തെ അവർ കൊണ്ടുവന്ന് ഇടണമെന്നില്ലല്ലോ. ഇത് കൂടുതലും കൊണ്ടുവന്നിടുന്ന രാത്രി സമയങ്ങളിൽ വെളുപ്പിന് ഒരു 3 മണി 4 മണി നേരത്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടേച്ച് പോകണം. ഒരു പ്രഭാതയാത്ര കൊണ്ട് ദുർമേധസ്സിന്റെയും ഇന്നലെ സൃഷ്ടിച്ച മാലിന്യത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ചെത്തുന്ന മലയാളിയുടെ ശുചിത്വബോധം സ്വന്തം പറമ്പിന് പുറത്ത് പൊതുവഴിയിൽ പുഴയിൽ ചീഞ്ഞുനാറിക്കിടക്കുന്നു. മണ്ണിലെ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെയും വാതക വിനിമയത്തെയുമൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ പ്ലാസ്റ്റിക് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. ഈ അറിവൊന്നും സാക്ഷരത അലങ്കാര ചിഹ്നമായി കൊണ്ടു നടക്കുന്ന മലയാളിയെ പ്ലാസ്റ്റിക് സഞ്ചി മണ്ണിലേക്ക് വലിച്ചെറിയുന്നതിൽ നിന്നും തടയുന്നുമില്ല. ഈ നില തുടർന്നാൽ കനകം വിളയുന്ന കുട്ടനാടൻ പാടശേഖരങ്ങൾ തരിശാകും. പമ്പയിലെയും കൈവഴിയിലെയും ജലം കാളകൂടവുമാകും. 10 വിരലിലും പ്ലാസ്റ്റിക് സഞ്ചികൾ തൂക്കി വിദ്യാസമ്പന്നർ പോലും വീട്ടിലേക്ക് പോകുന്ന കാഴ്ച ആർജിച്ച അറിവുകളുടെ ഉന്നം തട്ടിലാകുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നതെന്തും വർജിക്കണമെന്ന പ്രാഥമിക അറിവ് പോലും നേടാത്തവരെ വിദ്യാസമ്പന്നരായി കാണുന്നതിലെ ഗുരുതരമായ അപാകതയും നമുക്കിടയിൽ നിലനിൽക്കുന്നു. ഒരു പ്രഭാത സവാരിക്കിടെ മാലിന്യങ്ങൾ വഴിയരികിലേക്ക് വലിച്ചെറിഞ്ഞ് നാട്ടുകാർക്ക് നാറ്റം സമ്മാനിക്കുന്നതാണ് ഇന്നത്തെ പ്രബുദ്ധ മലയാളി. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCB ന്യൂസ്. ആധാരം രജിസ്ട്രേഷൻ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് ആധാരം എഴുത്തുകാർ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 15-ന് മന്ത്രി അനൂപ് ജാക്കബിന്റെ വീട്ടിലേക്കും 22-ന് മന്ത്രി KM മാണിയുടെ വീട്ടിലേക്കും മാർച്ച് നടത്തും. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നടത്തിയ ചർച്ചയിലെ ഉറപ്പുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് FSETOയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. FSETO ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തിയാണ് വഞ്ചനാ ദിനം ആചരിച്ചത്. KSTS സംസ്ഥാന സെക്രട്ടറി T. തിലകരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. മുതലാളിമാർക്കാണ്, അതുകൊണ്ടാണ് ആക്സിസ് ബാങ്കിൽ ഇടുവാൻ തീരുമാനിച്ചത്. ആക്സിസ് ബാങ്കിന്റെ ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ബന്ധമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ടോം എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ മകനാണ് ആ ബാങ്കിന്റെ മാനേജരായി, കേരള റീജിയണൽ മാനേജരായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫണ്ട് അവിടെ നിക്ഷേപിക്കപ്പെടുവാനും ഉമ്മൻചാണ്ടിയുടെ ബന്ധു ജോലിയുള്ള ആ ബാങ്ക് നിക്ഷേപിക്കപ്പെടുവാൻ സ്വീകരിച്ചത്. അതിന്റെ മുതലാളിമാർക്ക് നേട്ടമുണ്ടാക്കുവാനുള്ളതാണ്.
മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഉടനെ വെക്കുമെന്നുള്ളതാണ്. കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. കമ്മീഷൻ അംഗമെന്ന് പറയുന്ന ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന കക്ഷി കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കുള്ളയും പൊതുഖജനാവിൽ നിന്ന് സമ്പത്ത് ധാരാളം കൊടുക്കുന്നുണ്ട് എന്നും അതിന്റെ ആവശ്യതയില്ല എന്നും ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് മാത്രം മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും. ജില്ലാ പ്രസിഡന്റ് ഡി സുധീഷ് അധ്യക്ഷനായി. JS ഗോപകുമാർ, CK ഷാജി, CB കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട് പാക്കേജിന്റെ സ്തംഭനാവസ്ഥയ്ക്ക് മുഖ്യ കാരണം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലമാണെന്ന് കിസാൻ ജനത. 2008 ജൂലൈ 24 കുട്ടനാട് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഡോക്ടർ MS സ്വാമിനാഥൻ ജന്മം നൽകിയ കുട്ടനാട് പാക്കേജിന്റെ സ്തംഭനാവസ്ഥയ്ക്ക് മുഖ്യ കാരണം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണെന്ന് കിസാൻ ജനതാ യോഗം ഉദ്ഘാടനം ചെയ്ത സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് ജെയിംസ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി വെളിനാട് മാത്തച്ചൻ, കണ്ടല്ലൂർ ശങ്കരനാരായണൻ, ഡോക്ടർ പത്മകുമാർ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ, വൃക്ക രോഗങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വില നിയന്ത്രണ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അഖിലേന്ത്യാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർവാർത്തകളിലേക്ക്. നിലത്തെഴുത്ത് കളരികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകുവാനുള്ള ഉത്തരവ് 8 മാസം പിന്നിട്ടിട്ടും നടപ്പാക്കാത്തതിനെതിരെ സമരം ആരംഭിക്കുമെന്ന് കേരള നിലത്തെഴുത്താശാൻ സംസ്ഥാന സംഘടന തീരുമാനിച്ചു. ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് സിവിൽ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. നിർമ്മാണ രംഗത്തെ അപാകതകൾ പരിഹരിക്കാൻ പുതിയ ടെക്നോളജി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ ടൌൺ റോഡ് ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാലും പറഞ്ഞു. സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ഇരുവരും. സിവിൽ സ്റ്റേഷൻ സമുച്ചയം അടൂർ പ്രകാശ് ജനങ്ങൾക്ക് സമർപ്പിച്ചതോടെ 33ഓളം സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലായി ജനങ്ങൾക്ക് സേവനം നൽകും. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കളക്ടർ PWDയുടെ എഫ്ഐആറിന്റെ കാലത്ത് അദ്ദേഹം തന്നെ ഇത് കണ്ടുപിടിച്ചതാണ് മറ്റുള്ള സ്ഥലത്തും. അപ്പോൾ അതനുസരിച്ച് താങ്കൾക്കൊരു കത്ത് ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആലപ്പുഴയെ കൂടി ആ ടൗൺ റോഡ് ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴക്കാരും നല്ല കുറച്ച് റോഡുകളും പാലങ്ങളും ഒക്കെ കാണണം. അതിനുള്ള അവസരം കൂടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അധ്യക്ഷനായി.
പൊതുമരാമത്ത് ഹെഡ് ചീഫ് എഞ്ചിനീയർ എം പെണ്ണമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ തോമസ് ഐസക് MLA, നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് ജോസഫ്, സോണി സിദ്കുമാർ, AM നസീൽ, P ജ്യോതിസ്, ജില്ലാ കളക്ടർ പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. INTUC തലവടി മണ്ഡലം യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞാൻ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, ഈ INTUC യൂണിറ്റ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി INTUC പ്രവർത്തിക്കും. INTUC-യിൽ വന്നിരിക്കുന്ന തൊഴിലാളികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുക, പാർട്ടിക്ക് വേണ്ടി തല്ലാനും അടിപിടി കൂടാനും ഒക്കെയായി വിനിയോഗിക്കുന്ന ഒരു നയസമീപനമല്ല കോൺഗ്രസിന്റേത്. മറിച്ച് തൊഴിലാളികൾ അവർ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അവർ അവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബം പോറ്റേണ്ടവരാണ്. അതുകൊണ്ട് അവരെ കവലച്ചട്ടമ്പിമാരായി, ഗുണ്ടാ തലവന്മാരായി, ഗുണ്ടാ പടയായി ഒക്കെ മാറ്റുന്നീ അതിലൂടെ പാർട്ടി വളർത്താൻ ശ്രമിക്കുന്ന ചക്കുളത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷമാണ് പൊതുസമ്മേളനവും ഉദ്ഘാടനവും നടന്നത്. ബിജു പാലത്തിങ്കൽ, EK സേവ്യർ, സജി ജോസഫ്, റാംസെ ജെറ്റി, MN ചന്ദ്രപ്രകാശ്, സുഷമ സുധാകരൻ, ജെയിംസ് ചുങ്കത്തി തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഇടയിൽ വളർന്ന സാധാരണക്കാരനായ ആളാണ് താനെന്നും അന്യം നിന്നു പോകുന്ന ഞാറ്റുപാട്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നും സംവിധായകൻ വിനയൻ. ജനശക്തി ബോട്ട് ക്ലബ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം മങ്കൊമ്പ് ചതുർത്ഥ്യാകരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ആ കൃഷിയിടങ്ങളിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ ഇടയിൽ വളർന്ന ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ അന്യം നിന്നു പോകുന്ന ഞാറ്റുപാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ക്ലബ് പ്രസിഡന്റ് S ജഗീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാണിമോൾ അനിൽകുമാർ ലോഗോ പ്രകാശനം ചെയ്തു. VK വേണുഗോപാൽ, S പത്മകുമാർ, KB ഷാജി, VV ഗ്രിഗറി, BR പ്രസാദ്, മങ്കൊമ്പ് ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ 50 ലക്ഷത്തോളം മദ്യപർ ചികിത്സ ആവശ്യമുള്ളവരാണെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രസ്റ്റി ഡോക്ടർ KC ഗോപാലൻ. മദ്യപാനം മൂലം 200ഓളം രോഗങ്ങൾ ഉണ്ടാകുന്നു. മദ്യം ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് തലച്ചോറിനെയാണ്. പ്രമേഹം പോലെ ഒരിക്കൽ പിടിപെട്ടാൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന രോഗമാണ് മദ്യാസക്തി. മദ്യാസക്തി എന്ന രോഗത്തെ നിയന്ത്രിച്ച് നിലനിർത്താനല്ലാതെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ AA കൂട്ടായ്മകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റവും ജീവിത ദുരിതവും അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേരള റീജിയൻ കാത്തലിക് കൌൺസിൽ ജനറൽ ബോഡി രൂക്ഷ വിമർശനം. മുന്നാക്ക പ്രീണനത്തിലൂടെ സാമൂഹ്യനീതി അട്ടിമറിക്കുകയാണെന്ന് കൌൺസിൽ രാഷ്ട്രീയ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. ചങ്ങനാശ്ശേരി അതിരൂപത പിതൃവേദി മാതൃജ്യോതിസ് പ്രവർത്തന വർഷ ഉദ്ഘാടനവും കുടുംബ വിശുദ്ധീകരണ വർഷവും പാസ്റ്റർ സെന്ററിൽ ചേർന്ന നേതൃസമ്മേളനത്തിൽ അതിരൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജെയിംസ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പിതൃവേദി പ്രസിഡന്റ് ജോസ് കൈലാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫാദർ സിറിയക്കോട്ടയിൽ, ലാലി ഇളപ്പുങ്കൽ, മായ ജോയി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ക്യാൻസർ റിലീഫ് പദ്ധതിയും 1 കോടി രൂപ വിവാഹ സഹായമായി നൽകുന്ന പദ്ധതിയും ഈ വർഷം മുതൽ നടക്കുന്നതാണെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു. അഖില ഭാരത ശ്രീമദ് നാരായണീയ പ്രചാര സഭ ഫെബ്രുവരി 14 ചേർത്തലയിൽ സംസ്ഥാനതല നാരായണീയ മഹാസംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുട്ടാർ കുമരംചിറ സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഞായർ മുതൽ ചൊവ്വാഴ്ച വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക. വികാരി ഫാദർ തോമസ് മാലിയിൽ കുടിയേറ്റ കർമ്മം നിർവഹിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ ആൽവിൻ കൊട്ടുപള്ളി നേതൃത്വം നൽകി. ചൊവ്വാഴ്ച 3:30 പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. കിളങ്ങറ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ 2ാമത് പൊങ്കാല മഹോത്സവം ജനുവരി 14 നടക്കും. 26 മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഫെബ്രുവരി 2, 3 തീയതികളിൽ തിരുവുത്സവവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം തിരുമേനിയുടെ 1488ാമത് ജന്മദിന സന്ദേശ റാലി ഈ മാസം 14 നടക്കും. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയ്ക്ക് യാത്ര തിരിച്ചു.
ഘോഷയാത്ര കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൂടെ കുളനട ദേവീക്ഷേത്രത്തിലേക്കും തുടർന്ന് കൈപ്പുഴ ഗുരുമന്ദിരം, ഉള്ളന്നൂർ ദേവീക്ഷേത്രം, കുറിയാനിപ്പള്ളി, കിടങ്ങന്നൂർ, ആറന്മുള ക്ഷേത്രം വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തി ആദ്യ ദിവസത്തെ യാത്ര അവസാനിച്ചു. തുടർന്ന് പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ 2-ന് ആരംഭിച്ചു. രണ്ടാം ദിവസത്തെ യാത്ര റാന്നി, വടശ്ശേരിക്കര, പെരുന്നാട് വഴി ളാഹ സത്രത്തിലെത്തി വിശ്രമിക്കും. 14-ന് ളാഹയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നിലയ്ക്കൽ, ആട്ടത്തോട്, പാണ്ടിത്താവളം വഴി മരക്കൂട്ടത്തെത്തും. അവിടെ നിന്ന് ദേവസ്വം ഭാരവാഹികളും അയ്യപ്പ സേവാ സംഘവും ചേർന്ന് സ്വീകരിച്ച സന്നിധാനത്ത് എത്തിക്കും. തുടർന്ന് ശ്രീകോവിലേക്ക് എടുക്കുന്ന പെട്ടിയിൽ നിന്ന് തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയാണ് മകരവിളക്ക് ദിവസമായ ചൊവ്വാഴ്ച ദീപാരാധന നടത്തുന്നത്. ചേന്നങ്കേരി ദേവമാത സ്കൂൾ ശതാബ്ദി സ്മാരക മന്ദിരോദ്ഘാടനം ഈ മാസം 14 നടക്കും. കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിക്കും. ചരമവാർത്തകൾ. കൈനഗിരി തോട്ടുപാത്തല കളത്തിൽ വീട്ടിൽ ചന്ദ്രശേഖരൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാവാലം കുന്നുമ്മ 19 ചിറ വീട്ടിൽ ആന്റണി ജോസഫ് നിര്യാതനായി 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പാക്കേജിൽ രാഷ്ട്രീയമില്ലെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ഒരു തുണ്ട് ഭൂമിക്കായി ആലപ്പുഴ കളക്ടറുടെ ചേംബറിന് മുന്നിൽ ഭൂരഹിതരുടെ കുത്തിയിരിപ്പ് സമരം. പട്ടികജാതി അവഗണനയ്ക്കെതിരെ ഓൾ കേരള വർണ്ണവ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. വ്യാജമദ്യ നിർമ്മാണം, വിതരണം, നാട്ടുകാർ പൂക്കളം ഷാപ്പ് ഉപരോധിച്ചു. മാലിന്യ സംസ്കരണത്തിൽ മലയാളിയുടെ കാപട്യം. AC റോഡിൽ പള്ളാത്തുരുത്തിയിൽ കക്കൂസ് മാലിന്യവും അറവ് മാലിന്യങ്ങളും തള്ളുന്നത് വ്യാപകമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.